ഹായ്, നമ്മൾ ബെന്തമാൻ ഹൂക്കേഴ്സ് നാച്ചുറൽ സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ആയിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞിരുന്നത്. ഇന്ന് അതിൻ്റെ മെറിറ്റ്സ് എന്തൊക്കെയാണ് ക്ലാസിഫിക്കേഷൻ്റെ, അതുപോലെ ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം നമ്മൾ മെറിറ്റ്സ് എന്തൊക്കെയാണെന്നാണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് വണ്ണാണ് ദ സിസ്റ്റം ഈസ് നാച്ചുറൽ ആൻഡ് വെരി പ്രാക്ടിക്കൽ. Classification is based on actual observation and examination of specimens and herbaria. വളരെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു സിമ്പിൾ നാച്ചുറൽ സിസ്റ്റമാണ് ഈ ഒരു ബെന്തമാൻ ഹൂക്ക് ക്ലാസിഫിക്കേഷൻ. അതുപോലെ തന്നെ നമ്മൾ പറഞ്ഞു 97,205 സ്പീഷീസിനെ 202 ഫാമിലീസിലൊക്കെ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടെന്ന്. ഈ ഓരോ ക്ലാസിഫിക്കേഷനും ഒന്നെങ്കിൽ ആക്ച്വൽ പ്ലാന്റ് സ്പെസിമെൻ അല്ലെങ്കിൽ അവരുടെ ഹെർബേറിയത്തിനെ ക്ലിയറായിട്ട് ഒബ്സർവ് ചെയ്ത് അല്ലെങ്കിൽ കറക്റ്റായിട്ട് എക്സാമിൻ ചെയ്തിട്ടാണ് ക്ലാസിഫൈ ചെയ്തിട്ടുള്ളത്. ദെൻ സെക്കൻഡ് വണ്ണാണ് ഡിസ്ക്രിപ്ഷൻസ് ആർ ആക്യുറേറ്റ് അറ്റ് ഓൾ ലെവൽസ് ആൻഡ് ഈസി ടു ഫോളോ അപ്പ് ടു ദി ഫാമിലി ലെവൽ. ഓരോ ടാക്സോണുകളും അല്ലെങ്കിൽ ഓരോ ഡിവിഷനുകളും വളരെ കറക്റ്റായിട്ടാണ് എല്ലാ ലെവലിലും ഡിസ്ക്രൈബ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമുക്കൊരു അൺനോൺ ആയിട്ടുള്ളൊരു പ്ലാന്റിന് കിട്ടിയാൽ അതിൻ്റെ ഫീച്ചേഴ്സ് വെച്ച് നോക്കിയിട്ട് ഏത് ഫാമിലി വരെ എന്ന് ഈ ഒരു ക്ലാസിഫിക്കേഷൻ വഴി നമുക്ക് കറക്റ്റായി മനസ്സിലാക്കാൻ പറ്റും. ഫോർ എക്സാമ്പിൾ, നമുക്കൊരു അൺനോൺ ആയിട്ടുള്ള പ്ലാന്റ് കിട്ടിയാൽ അത് ഡൈക്കോട്ടാണോ മോണോക്കോട്ടാണോ എന്ന് നോക്കി ഏത് ക്ലാസ്സാണെന്ന് മനസ്സിലാക്കാം. ഇനി ഡൈക്കോട്ടിലിഡൻസിൽ തന്നെ പോളിപെറ്റാലയാണോ ഗാമോ പെറ്റാലയാണോ മോണോക്ലാമേഡിയാണോ എന്ന് ഏത് സബ് ക്ലാസ് ആണ് എന്ന് അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കി മനസ്സിലാക്കാൻ പറ്റും. ഇനി പോളിപെറ്റാലയാണെങ്കിൽ അതിൽ തന്നെ ഏത് സീരീസിലാണ് വരുന്നത്, ഇനി സീരീസിൽ ഏത് ഫാമിലിയിലാണ് വരുന്നത് എന്ന് ആ ഒരു പ്ലാന്റിൻ്റെ ഫീച്ചർ നോക്കി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ദെൻ തേർഡ് വണ്ണാണ് ദ സിസ്റ്റം പ്രൊവൈഡ്സ് ഇൻഫർമേഷൻ അബൌട്ട് ജിയോഗ്രഫിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ആ ഒരു പ്ലാന്റ് സ്പെസിമെൻ അല്ലെങ്കിൽ ആ ഒരു പ്ലാന്റിൻ്റെ ഫാമിലി ഏത് ജിയോഗ്രഫിക്കൽ ഏരിയയിലാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തത് എന്നതിൻ്റെ ഇൻഫർമേഷൻ ഈ ഒരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫോർത്ത് വണ്ണാണ് ദ ക്ലാസിഫിക്കേഷൻ ബിഗിൻസ് വിത്ത് റാനൈൽസ് വിച്ച് ആർ now universally considered as the most primitive among angiosperms. ഏതൊരു ക്ലാസിഫിക്കേഷൻ സിസ്റ്റം എടുത്തു നോക്കിയാലും ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ളത് അല്ലെങ്കിൽ ലെസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളതായിരിക്കണം ആദ്യം പ്ലേസ് ചെയ്യേണ്ടത്. ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്ന പ്ലാന്റ്സ് ഏറ്റവും ലാസ്റ്റ് ആയിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. അതുപോലെ തന്നെ ക്ലോസ്ലി റിലേറ്റഡ് ആയിട്ടുള്ള ഗ്രൂപ്പ്സ് ഒരുമിച്ചും അടുത്തടുത്തായിട്ടുമായിരിക്കണം പ്ലേസ് ചെയ്യേണ്ടത്. ഇവിടെ ഈ ഒരു ബെന്തമാൻ ഹൂക്ക് ക്ലാസിഫിക്കേഷൻ പ്രീ ഡാർവിനിയൻ കോൺസെപ്റ്റ് ആണെങ്കിൽ പോലും, അതായത് ഇവല്യൂഷനെ കുറിച്ചൊന്നും പറയുന്നില്ലെങ്കിൽ പോലും, ഡൈക്കോട്ടിലിഡൻസിൽ റാനീൽസിനെയാണ് ഫസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. റാനീൽസ് ആണ് ഏറ്റവും പ്രിമിറ്റീവ് ആയിട്ടുള്ള ആൻജിയോസ്പേം. സോ ഇത് അതിൻ്റെ ഒരു മെറിറ്റാണ്. ദെൻ ഫിഫ്ത്ത് വണ്ണ് മോണോകോട്സ് ആർ പ്ലേസ്ഡ് ആഫ്റ്റർ ഡൈക്കോട്സ്. In dicots, Diclamidius polypetalae and Gamopetalae were placed before Monoclamidium. അതായത് ഇവിടെ നോക്കുകയാണെങ്കിൽ 3 ക്ലാസ് ആണുള്ളത്. അതിൽ ആൻജിയോസ്പേമിൽ ഡൈക്കോട്ടും മോണോക്കോട്ടും ആണുള്ളത്. അതിൽ ഡൈക്കോട്ടിലിഡൻസ് ആണ് ഏറ്റവും ലെസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ളത്. അവരെ മോണോകോട്സിന് മുന്നേ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മെറിറ്റാണ്. ഡൈക്കോട്ടിലിഡൻസ് ആർ പ്ലേസ്ഡ് ബിഫോർ മോണോകോട്ടിലിഡൻസ്. ഇനി ഡൈക്കോട്ടിലിഡൻസിൽ തന്നെ പ്രിമിറ്റീവ് ആയിട്ടുള്ളതാണ് പോളിപെറ്റാലെ സബ് ക്ലാസ്, അതായത് പെറ്റൽസ് ഫ്രീ ആയിട്ടുള്ളത്. ദെൻ ഗാമോപെറ്റാലെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. മോണോക്ലാമേഡിയെ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. സോ ലെസ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള പോളിപെറ്റാലിനെ ഫസ്റ്റ് വെച്ചു ആൻഡ് ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോണോക്ലാമേഡിയനെ ഡൈക്കോട്ടിലിഡൻസിൽ ലാസ്റ്റ് വെച്ചു. ഇതും ഒരു മെറിറ്റാണ്. ഓക്കെ, the placement of polypetalae and gamopetalae were placed before monoclamidium.
Then sixth one ആണ് the placement of gamopetalae after polypetalae is justifiable since the union of petals is considered as an advanced feature over free condition. നമ്മൾ പറഞ്ഞു ഓൾറെഡി പോളിപെറ്റാലയാണ് ഫസ്റ്റ് പ്ലേസ് ചെയ്തിരിക്കുന്നത്. ദെൻ അടുത്ത സബ് ക്ലാസ് ആണ് ഗാമോപെറ്റാലെ. പെറ്റൽസ് ഫ്യൂസ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കണ്ടീഷനാണ്. അതുകൊണ്ട് തന്നെ അത് പോളിപെറ്റാലയ്ക്ക് ശേഷം പ്ലേസ് ചെയ്തത് ഒരു മെറിറ്റാണ്. ദെൻ സെവൻത്ത് വൺ ആണ് ദ സ്പെഷ്യൽ ഫീച്ചർ ഓഫ് ദി സിസ്റ്റം ഈസ് ദി അഡീഷൻ ഓഫ് ന്യൂ സീരീസ് ഡിസ്കിഫ്ലോറെ. അതായത് ഡൈക്കോട്ടിലിഡൻസ് നോക്കിയാൽ നമ്മൾ 3 സബ് ക്ലാസ് പറഞ്ഞു. അതിൽ പോളിപെറ്റാലയിൽ 3 സീരീസാണ് ഈ ഒരു ക്ലാസിഫിക്കേഷനിലുള്ളത്. നമ്മൾ പറഞ്ഞു ഈ ഒരു ക്ലാസിഫിക്കേഷൻ എന്നത് റീഡിഫൈൻഡ് വേർഷൻ ഓഫ് AP ഡി കാൻഡോലെ ക്ലാസിഫിക്കേഷൻ. അദ്ദേഹം ക്ലാസിഫൈ ചെയ്തപ്പോൾ പോളിപെറ്റാലയുടെ അണ്ടറിൽ തലാമിഫ്ലോറയും കാലിസിഫ്ലോറയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ അതിൽ രണ്ടിലും പെടാത്ത കുറച്ച് പ്ലാന്റ്സിന് ഇവർ പുതിയൊരു അഡീഷണൽ സീരീസ്, അതായത് ഡിസ്കിഫ്ലോറയെ കൊണ്ടുവന്ന് അതിൽ പ്ലേസ് ചെയ്തു. അങ്ങനെ 3 സീരീസായി പോളിപെറ്റാലയുടെ ഉള്ളിലായിട്ട്. അതിൽ തന്നെ ഡിസ്കിഫ്ലോറയെ സെൻറ്ററിലായിട്ടാണ് പ്ലേസ് ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ കാണാൻ സാധിക്കും. അതായത് the 3 series of polypetalae, namely Thalamiflorae, Disciflorae and Caliciflorae, show gradual evolutionary advancement from hypogyny to epigyny, passing through transitional perigynous condition. അതായത് ഇവരിൽ തലാമിഫ്ലോറയിൽ കുറച്ചും കൂടി ഹൈപ്പോഗൈനി, അതായത് ഓവറി സുപ്പീരിയർ ആണ്. ദെൻ സെൻറ്ററിലായിട്ട് ഓവറി ഏറ്റവും അവസാനമായിട്ട് കാലിസിഫ്ലോറയിലായ ഓവറി ഇൻഫീരിയർ ആണ്, അതായത് എപ്പിഗൈനസ് കണ്ടീഷൻ. അത് കുറച്ചും കൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടറാണ്. ദെൻ പെരിഗൈനസ് എന്ന് പറയുന്നത്, അതായത് ഓവറി ഒരു സെൻറ്ററിലായിട്ട് വരുന്നത് ഒരു ട്രാൻസിഷൻ സ്റ്റേറ്റുമാണ്. ആ ഒരു ബേസിലാണ് തലാമിഫ്ലോറെ, ഡിസ്കിഫ്ലോറെ ആൻഡ് കാലിസിഫ്ലോറയെ പ്ലേസ് ചെയ്തിട്ടുള്ളത്. അതായത് ആ ഒരു ഗ്രാജുവൽ ട്രാൻസ്ഫോർമേഷൻ ഓഫ് ഓവറി ഫ്രം സുപ്പീരിയർ ഓവറി ടു ഇൻഫീരിയർ ഓവറി ഈ സീരീസിൽ കാണാൻ പറ്റും. ദെൻ അടുത്ത മെറിറ്റാണ് 8th one, the placement of heteromerae in gamopetalae before bicarpellate is justifiable. അതായത് ഡൈക്കോട്ടിലിഡൻസിലുള്ള അടുത്ത സബ് ക്ലാസ് ആണ് ഗാമോപെറ്റാലെ. ഗാമോപെറ്റാലയിൽ ആദ്യം വരുന്നത് ഇൻഫെറയാണ്, ഇൻഫീരിയർ ഓവറി ഉള്ളത്. ദെൻ ഹെറ്ററോമറയാണ് വരുന്നത്. അവരുടെ ഓവറി സുപ്പീരിയർ ആയിരിക്കും, പക്ഷെ മോർ ദാൻ 2 കാർപ്പൽസ് ആണ്. ദെൻ ബൈകാർപ്പിലേറ്റ്, അതിന് ശേഷമാണ് ബൈകാർപ്പിലേറ്റ് വരുന്നത്. ഇവർക്കും ഓവറി സുപ്പീരിയർ ആണ്, ബട്ട് 2 കാർപ്പൽസേ ഉള്ളൂ. ഈ ബൈകാർപ്പിലേറ്റ് ഹെറ്ററോമെറയ്ക്ക് ശേഷം വെച്ചതും ജസ്റ്റിഫയബിൾ ആണ്. ദെൻ 9th one ആണ് ദി പൊസിഷൻ ഓഫ് കുർക്കുർബിറ്റേസിയെ ആൻഡ് അംബലിഫെറെ അറ്റ് ദി എൻഡ് ഓഫ് പോളിപെറ്റാലെ ഈസ് അപ്രോപ്രിയേറ്റ്. അതായത് നമ്മൾ നോക്കിയാൽ പോളിപെറ്റാലയിലെ ഏറ്റവും അവസാനമായിട്ടാണ് ഈ ഒരു അംബലിഫെറയും കുർക്കുബിറ്റേസിയെയും വെച്ചിട്ടുള്ളത്. ഈ ഏറ്റവും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്നവരാണ് ഇവർ 2 പേരും. അതായത് ഈ ഒരു ഗാമോപെറ്റാലയുമായിട്ട് കുറച്ച് സിമിലാരിറ്റി കാണിക്കുന്നവരാണ് ഈ 2 ഫാമിലീസും. അതുകൊണ്ട് തന്നെ പോളിപെറ്റാലയുടെ ഏറ്റവും അവസാനമായിട്ടാണ് ഇവരെ പ്ലേസ് ചെയ്തത്. ഇവർ 2 പേരെയാണ് കണക്റ്റിംഗ് ലിങ്ക് ബിറ്റ്വീൻ പോളിപെറ്റാലെ ആൻഡ് ഗാമോപെറ്റാലെ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ 2 ഫാമിലീസിനെയും ഏറ്റവും പോളിപെറ്റാലയുടെ ഏറ്റവും ലാസ്റ്റ് പ്ലേസ് ചെയ്തതും ഒരു നല്ല മെറിറ്റാണ്. ദെൻ 10th one ആണ് ക്രിയേഷൻ ഓഫ് സബ് ക്ലാസ് മോണോക്ലാമൈഡെ ആൻഡ് ദി അറേഞ്ച്മെൻറ്റ് ഓഫ് സർട്ടൻ സീരീസ് ഓൺ ദി ബേസിസ് ഓഫ് അക്വാട്ടിക് ഓർ ടെറസ്ട്രിയൽ ക്യാരക്ടറിസ്റ്റിക് ഈസ് ക്യൂരിയസ്.
നമ്മൾ പറഞ്ഞു ഡൈക്കോട്ടിലിഡൻസിൽ 2 സബ് ക്ലാസ്സേ ഉള്ളായിരുന്നു AP ഡി കൻഡോളെ ക്ലാസിഫിക്കേഷനിൽ. മൂന്നാമതൊരു മോണോക്ലാമൈഡയെ ഇവർ കൊണ്ടുവന്നു, കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ക്യാരക്ടേഴ്സ് കാണിക്കുന്നത്. ഇനി ഈ മോണോക്ലാമൈഡിയയിൽ 8 സീരീസ് ആണുള്ളത്. ഈ സീരീസിനെ അവരുടെ ഹാബിറ്റേറ്റ് അനുസരിച്ചാണ് ക്ലാസിഫൈ ചെയ്തത്. അക്വാട്ടിക് ആണോ ടെറസ്ട്രിയൽ ആണോ എന്ന് നോക്കിയിട്ട്. ഇതും ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ബേസ്ഡ് ഓൺ ഹാബിറ്റേറ്റ് ഒരു സബ് ക്ലാസ്സിലെ ഒരു സീരീസിനെ ക്ലാസിഫൈ ചെയ്യുക എന്ന് പറയുന്നതും ഒരു ക്യൂരിയസ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിസ്റ്റിക്സ് ആണ്. ദെൻ 11th വണ്ണാണ് among monoclamidae, families with unisexual flowers are placed after the families having bisexual flowers. മോണോക്ലാമൈഡയിൽ തന്നെ നമ്മൾ പറഞ്ഞു 8 സീരീസുകളുണ്ട് ബേസ്ഡ് ഓൺ ഹാബിറ്റേറ്റിന്. ഇവരുടെ ഉള്ളിൽ ആദ്യം യൂണിസെക്ഷൽ ഫ്ലവേഴ്സ് ഉള്ള ഫാമിലീസിനെയാണ് ഫസ്റ്റ് പ്ലേസ് ചെയ്തത്. അതിനുശേഷമാണ് ബൈസെക്ഷൽ ഫ്ലവേഴ്സ് ഉള്ള ഫാമിലീസ് പ്ലേസ് ചെയ്തത്. ഓക്കെ. Then 12th one ആണ് the series Glumaceae having many advanced characters and extremely reduced flowers has been rightly placed at the end of monocots. നമ്മൾ പറഞ്ഞു ഏറ്റവും ഹൈലി സ്പെസിഫൈഡ് ആയിട്ടുള്ളതിനെ ഏറ്റവും അവസാനം ക്ലാസിഫിക്കേഷനിൽ വെക്കണമെന്ന്. അതായത് ഈ ഒരു മോണോകോട്സിലെ ഏറ്റവും ഹൈലി സ്പെസിഫൈഡ് ആയിട്ടുള്ള സീരീസാണ് ഗ്ലൂമേസിയെ. ഏറ്റവും അഡ്വാൻസ്ഡ് ക്യാരക്ടർ കാണിക്കുന്നവർ അവരെ മോണോകോട്സിൻ്റെ ഏറ്റവും അവസാനമാണ് പ്ലേസ് ചെയ്തിട്ടുള്ളത്. ഇത്രയുമാണ് ഈ ഒരു ബന്ധം ആൻഡ് ഹൂക്കേഴ്സ് ക്ലാസിഫിക്കേഷൻ്റെ മെറിറ്റ്സ് ആയിട്ട് പറയുന്നുള്ളത്. ഇനി അടുത്തത് നമുക്ക് ഡീമെറിറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. ഫസ്റ്റ് വണ്ണാണ് though ബന്ധം ആൻഡ് ഹൂക്കേഴ്സ് സിസ്റ്റം ഓഫ് ക്ലാസിഫിക്കേഷൻ ഈസ് പോസ്റ്റ് ഡാർവീനിയൻ, ഇറ്റ്സ് കോൺസെപ്റ്റ് ഈസ് പ്രീ ഡാർവീനിയൻ. അതായത് ഡാർവിൻ്റെ കൺസെപ്റ്റ് അതായത് ഡാർവിൻ അദ്ദേഹത്തിൻ്റെ തിയറീസ് പ്രൊപ്പോസ് ചെയ്തതിന് ശേഷമാണ്, പോസ്റ്റ് ഡാർവീനിയൻ ആണ് ഈ ഒരു ക്ലാസിഫിക്കേഷന് ഉണ്ടായതെങ്കിൽ പോലും ഇവരുടെ കൺസെപ്റ്റ് പ്രീ ഡാർവീനിയൻ ആണ്. അതായത് അവർ ഫിക്സിറ്റി ഓഫ് സ്പീഷീസിലാണ് ബിലീവ് ചെയ്തത്. ഇവല്യൂഷൻ, അതായത് ഓരോ സ്പീഷീസിനും ഇവല്യൂഷൻ നടക്കുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. ഇവല്യൂഷനെ ബേസ് ചെയ്തിട്ടല്ല ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഉള്ളത്. സോ ഇറ്റ് ഡസ് നോട്ട് കൺസിഡർ ഇവല്യൂഷണറി ആൻഡ് ഫൈലോജനറ്റിക് റിലേഷൻഷിപ്സ്. ദെൻ സെക്കൻഡ് വൺ ആണ് ഇൻ ദ സിസ്റ്റം സം ക്ലോസ്ലി റിലേറ്റഡ് ഫാമിലീസ് ആർ പ്ലേസ്ഡ് അപ്പാർട്ട്. ഞാൻ പറഞ്ഞു ക്ലോസ്ലി സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് കാണിക്കുന്ന ഫാമിലീസിനെ ഒരുമിച്ച് വെക്കണം എന്ന്. പക്ഷേ ഇങ്ങനെയുള്ള ചില ഫാമിലീസിനെ ഡിസ്റ്റൻ്റ്ലി ആണ് പ്ലേസ് ചെയ്തത്. എക്സാമ്പിളാണ് കീനോപോഡിയേസിയ ആൻഡ് കാരിയോഫില്ലേസിയ. സിമിലർ ആയിട്ടുള്ള ഫീച്ചേഴ്സ് ഉണ്ട്, പക്ഷെ അവരെ ഡിസ്റ്റൻ്റ് ആയിട്ടാണ് വെച്ചിട്ടുള്ളത്. Then monoclamidae is treated as subclass but it is only an artificial group. ഒരു പുതിയൊരു സബ് ക്ലാസ്സിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നു മോണോക്ലാമിഡെ, പക്ഷെ അതിനൊരു ആർട്ടിഫിഷ്യൽ ഗ്രൂപ്പ് മാത്രമാണ് എന്നാണ് പറയുന്നത്. ദെൻ ഫോർത്ത് വൺ ആണ് ജിംനോസ്പേംസ് ആർ റോങ്ലി പ്ലേസ്ഡ് ഇൻ ബിറ്റ്വീൻ ഡൈക്കോട്സ് ആൻഡ് മോണോകോട്സ്. ഈ ഒരു ക്ലാസിഫിക്കേഷനിൽ നോക്കിയാൽ ഞാൻ ഓൾറെഡി പറഞ്ഞു ലീസ്റ്റ് പ്രിമിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഏറ്റവും ഫസ്റ്റ് പ്ലേസ് ചെയ്യണം. ഇവിടെ നോക്കിയാൽ ആൻജിയോസ്പേമിൻ്റെ നടുവിലായിട്ടാണ് ജിംനോസ്പേം വരുന്നത്. അതായത് നേക്കഡ് സീഡ്സ് ഉള്ള ജിംനോസ്പേമിനെ സെൻറ്ററിൽ വെച്ചു. അതിനു മുന്നെയാണ് ഡൈക്കോട്ടിലിഡൻസ് വരുന്നത്. ശരിക്കും എന്താണ് ഏറ്റവും നേക്കഡ് സീഡ് ആയിട്ടുള്ള ജിംനോസ്പേമിനെയാണ് ഫസ്റ്റ് പ്ലേസ് ചെയ്യേണ്ടത്. ദെൻ ഡൈക്കോട്ടിലിഡൻസ്, ദെൻ മോണോകോട്ടിലിഡൻസ് ആണ് വരേണ്ടത്. പക്ഷേ ഇതിന് ഓപ്പോസിറ്റ് ആയിട്ടാണ് ഇവിടെ കാണിക്കുന്നത്. And the phylogenetic importance of naked seed is not duly recognized. Okay. Then fifth one ആണ് the placing of Asteraceae at the beginning of Gamopetalae is not justifiable.
ഗാമോപെറ്റാലെ സബ് ക്ലാസ്സിലുള്ള ഒരു ഫാമിലിയാണ് ആസ്റ്ററേസിയെ. നമ്മുടെ സൂര്യകാന്തി പൂവൊക്കെ വരുന്ന, തൊട്ടാവാടിയൊക്കെ വരുന്ന ഫാമിലി. ഇവർ ഒരു ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് കാണിക്കുന്ന ഫാമിലിയാണ്. പക്ഷേ ഇവരെ ഈ ഒരു ഗാമോപെറ്റാലയുടെ ഫസ്റ്റിലാണ് കൊണ്ടുവച്ചത്. അതൊരു ജസ്റ്റിഫയബിൾ അല്ല. കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ക്യാരക്ടർ കാണിക്കുന്നതായിരുന്നു അവർ. While classifying Gamopetalae and monocotyledons, the authors ignored the fundamental basis of Polypetalous grouping. Then 7th one ആണ് advanced family Compositae is placed at the beginning of the subclass Gamopetalae. നമ്മൾ ഓൾറെഡി പറഞ്ഞു, ആസ്റ്ററേസിയക്ക് പറയുന്ന വേറെ പേരാണ് ഗാമോപെറ്റാലെ, ആസ്റ്ററേസിയക്ക് പറയുന്ന വേറെ പേരാണ് കമ്പോസിറ്റെ. അവരെ അഡ്വാൻസ്ഡ് ആണെങ്കിൽ പോലും ഗാമോപെറ്റാലയുടെ ബിഗിനിങ്ങിലാണ് കൊണ്ടുവച്ചത്. സിമിലർലി ദി അഡ്വാൻസ്ഡ് ഫാമിലി ഓർക്കിഡേസിയ ഈസ് ട്രീറ്റഡ് അറ്റ് ദി ബിഗിനിങ് ഓഫ് ദി മോണോകോഡ്സ്. ഇതുപോലെ തന്നെ മോണോകോഡ്സിൽ അഡ്വാൻസ്ഡ് ക്യാരക്ടർ കാണിക്കുന്ന ഫാമിലിയാണ് ഓർക്കിഡേസിയ. ഇവരെയും ബിഗിനിങ്ങിലാണ് കൊണ്ടുവച്ചത്. ശരിക്കും ഹൈലി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ആ ഫാമിലിനെ ഈ ഒരു മോണോകോഡ്സിൻ്റെ ഏറ്റവും അവസാനമായിരുന്നു പ്ലേസ് ചെയ്യേണ്ടിയിരുന്നത്. ദെൻ 8th വൺ ആണ് റിട്ടൻഷൻ ഓഫ് നിറ്റാജിനേസിയെ, പോളിഗോണേസിയെ, അമരാന്തേസിയെ ആൻഡ് കീനോപോഡിയേസിയെ ഇൻ മോണോക്ലാമേഡിയെ. അതായത് അവർ കുറച്ചും കൂടി നമ്മൾ ഈ ഒരു മോണോക്ലാമേഡിയ എന്തായിരുന്നു നമ്മൾ പറഞ്ഞു, പെറ്റൽസ് ഫ്രീ ആണ്, പോളി പെറ്റൽസ്. ഗാമോപെറ്റാലെ എന്ന് പറയുന്നത് അവർക്കും സെപ്പൽസും പെറ്റൽസും ഉണ്ടാവും. പെറ്റൽസ് ഫ്യൂസ്ഡ് ആണേലാണ് ഗാമോപെറ്റാലെ. ഇനി 3rd സബ് ക്ലാസ് മോണോക്ലാമേഡിയ എന്ന് പറയുന്നത് ഇങ്ങനെ 2 വേൾഡ്സ് ഓഫ് പെരിയാന്തില്ല, പെറ്റൽസും സെപ്പൽസും ഇല്ല, ഒരു സിംഗിൾ വോൾ ഓഫ് അൺഡിഫറൻഷ്യേറ്റഡ് പെരിയാന്താണ് ഉള്ളത്. ഒരൊറ്റൊന്നേ ഉള്ളൂ, സെപ്പൽ പെറ്റൽ അങ്ങനെ ഡിസ്റ്റിങ്വിഷബിൾ ആയിട്ടുള്ളതല്ല. ഓക്കെ, ഇങ്ങനെ ആണെങ്കിൽ പോലും ഈ മോണോക്ലാമേഡിയയിൽ റീറ്റെയിൻ ചെയ്ത കുറച്ച് ഫാമിലീസാണ് നിറ്റാജിനേസിയെ, പോളിഗോണേസിയെ ആൻഡ് അമരാന്തേസിയെ ആൻഡ് കീനോപോഡിയേസിയെ. ശരിക്കും ഇവർക്ക് ദേ ഹാവ് മോർ റിലേറ്റഡ് ടു ഓർഡേഴ്സ് ഹാവിങ് ഡിഫറൻഷ്യേറ്റഡ് പെരിയാന്ത്. അവർക്ക് കുറച്ചും കൂടി ഡിഫറൻഷ്യേറ്റഡ് ആയിട്ടുള്ള പെരിയാന്തായിരുന്നു ഉണ്ടായിരുന്നത്. എന്നിട്ടും ഇവരെ മോണോക്ലാമേഡിയയിൽ തന്നെ പ്ലേസ് ചെയ്തു. ഇതൊരു ഡിമെറിറ്റ് ആണ്. Then 9th one ആണ് regarding the classification of monocots, undue stress have been given to relative position of the ovary and perianth character in determining the affinities. ആവശ്യമില്ലാത്ത പ്രാധാന്യം ഈ ഒരു ഓവറിയുടെ പൊസിഷൻ, അതായത് എപ്പിഗൈനസ് ആണോ ഹൈപ്പോഗൈനസ് ആണോ അല്ലെങ്കിൽ പെരിഗൈനസ് ആണോ, അതുപോലെ പെരിയാന്തിൻ്റെ ക്യാരക്ടേഴ്സിനും നോക്കി. ശരിക്കും ആ ഒരു ക്ലാസിഫിക്കേഷനിൽ അത്ര ഇമ്പോർട്ടൻസ് ചില ഫാമിലീസിന് ഇവർക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലായിരുന്നു. ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ നിങ്ങൾക്ക് ക്ലിയർ ആവും. അതായത് 2 മോണോകോഡ്സിൽ വരുന്ന 2 ഫാമിലീസാണ് ഇറിഡേസിയെ ആൻഡ് അമാരിലിഡേസിയെ. ശരിക്കും ഇവർക്ക് ഏറ്റവും അഫിനിറ്റി കൂടുതലുള്ളത് ലില്ലിയേസിയ ഫാമിലിയുമായിട്ടായിരുന്നു. സോ നാച്ചുറലായി ഇറിഡേസിയയും അമാരിലിഡേസിയയും ലില്ലിയേസിയയുടെ അടുത്തായിരുന്നു പ്ലേസ് ചെയ്യേണ്ടിയിരുന്നത്. ഓക്കെ, പക്ഷേ ഇവർ ശരിക്കും ഒറിജിനലായിട്ട് ഈ ക്ലാസിഫിക്കേഷനിൽ സ്കിറ്റാമിനെ അതുപോലെ ബ്രോമിലിയേസിയയുടെ അടുത്തായിട്ടാണ് ഈ ഒരു 2 ഫാമിലീസിനെയും പ്ലേസ് ചെയ്തത്. അതിന് കാരണമായിട്ട് പറയുന്നത് they are allied in this system by virtue of common character of epigyne. ഓവറി ഇൻഫീരിയർ ആണ് എന്ന കാരണം പറഞ്ഞിട്ടാണ് ഈ ഇറിഡിയേസിയ ആൻഡ് അമാരിലിഡേസിയയെ ലില്ലിയേസിയയുടെ അടുത്ത് വെക്കാതെ സ്കിറ്റാമിനെ അതുപോലെ ബ്രോമിലിയേസിയയുടെ അടുത്ത് വെച്ചത്. പക്ഷെ അവർക്ക് കുറച്ചും കൂടി അഫിനിറ്റി അല്ലെങ്കിൽ സിമിലാരിറ്റീസ് കൂടുതലുള്ളത് ലില്ലിയേസിയയുടെ ആയിരുന്നു. സോ ഇത്രയ്ക്കുമാണ് ഡീമെറിറ്റ്സ് ആയിട്ട് ബെന്തമാൻ ഹൂക്കർ ക്ലാസിഫിക്കേഷൻ്റെത് പറയുന്നത്.